എങ്ങനെയുണ്ട് ഗീവർഗീസേ നമ്മുടെ പിള്ളേര്? പിന്നെ എല്ലാരും ഒന്നിനൊന്ന് മെച്ചം. ഇത്തവണയും ട്രോഫി നമുക്ക് അടിച്ചെടുക്കണം. അതുപോലെ തന്നെ വ്യക്തിഗത ചാമ്പ്യൻഷിപ്പും. അതെന്റെ ഒരു വാശിയാ. തെക്കേമല സ്കൂളും നമ്മളും തമ്മിൽ ആ മത്സരം എന്നുള്ളത് അറിയാമല്ലോ. എല്ലാം കർത്താവ് നോക്കിക്കോളും. ഇല്ല, ഇവിടെ നിന്ന് അങ്ങനെ ആരും ഒരു സ്പോർട്സിനും പോകുന്നില്ല. കഴിഞ്ഞ വർഷം പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ കാര്യം നിനക്കറിയാലോ. അതിന് പരീക്ഷ വരുന്നല്ലേ ഉള്ളൂ. അപ്പോഴേക്കും അവൻ പഠിച്ചോളും. ഇതാകെ 2 ദിവസത്തെ കാര്യല്ലേ ഉള്ളൂ. സ്കൂളിന് പേര് കിട്ടാൻ വേണ്ടി അവരങ്ങനെ പലതും പറയും. അതിനൊക്കെ നമ്മൾ തുള്ളാൻ നിന്നാലേ ഇവന്റെ ഭാവിയാ പോകുന്നത്. ഈ സ്പോർട്സ് ഒക്കെ പണക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യ. ഈ പറഞ്ഞ ഒരു സ്പോർട്സുകാരും അവസാനം ഈ കുടുംബം നോക്കാനുണ്ടാവില്ല. എനിക്കെന്തെങ്കിലും പറ്റിയാലേ നീയാ ഇവരെ നോക്കേണ്ടത്. ആ ഓർമ്മ വേണം. അപ്പച്ചാ, ഈ പ്രാവശ്യം മാത്രം എന്നെ ഒന്ന് പോകാൻ വിടണം. ഇത്തവണ പോയാ പിന്നെ ഞാൻ ഒരു സ്പോർട്സിനും പോവില്ല. സത്യം. ഒന്ന് പറ അപ്പച്ചാ. വീട് അപ്പച്ചാ. അതാണ് നിങ്ങളുടെ ഒക്കെ ആഗ്രഹമെങ്കില് ഞാനായിട്ടത് മുടക്കുന്നില്ല. എന്നാ പോകാൻ ഒരുങ്ങിക്കോ. വേഗമാട്ടെ മാതച്ച, വെയിലിങ് കേറി വന്നു. ഓ, ഇനി ഒരു 19 റബ്ബർ കൂടല്ലേ ഉള്ളു. അതങ്ങ് ഡബഡബാന്ന് തീരുവന്ന്. അപ്പച്ചാ, നീ ഇതുവരെ പോയില്ലേ? യാത്ര പറയാൻ വന്നതാ. അത് വെളുപ്പിനെ പറഞ്ഞതല്ലേ, പിന്നെന്താ വീണ്ടും ഒരു യാത്ര പറച്ചില്? ഞാൻ അപ്പച്ചനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് സമ്മാനം കിട്ടാൻ അപ്പച്ചൻ പ്രാർത്ഥിക്കണം. അത് പിന്നെ ഇല്ലാണ്ടിരിക്കോ? നീ ഓടണം, ഒന്നാമതാവണം. ഇവിടെ മാത്രം പോരാ, ഇന്ത്യയിലെ 1ാമത്തെ ഓട്ടക്കാരനാവണം. അത് ഈ അപ്പച്ചനെ കാണണം. ഇല്ലയോടോ മാത്തച്ചാ? അതെ അതെ, യവൻ മിടുക്കരാവും. ഈ മല മുഴുവനും ഓടിക്കയറിയ കാലല്ലയോ ഇത്. ഇത്തവണത്തെ മത്സരത്തിൽ യവൻ തന്നെ 1ാമൻ. അപ്പൊ പത്രത്തില് ഞാനും ഇവനും കൂടി ഇങ്ങനെ നിൽക്കുന്ന ഫോട്ടോ വരും. ആ പടത്തിന്റെ ഒരു മൂലെ ഈ മാത്തച്ഛനെ കൂടെ നിർത്തണോ മോനെ? അത് പിന്നെ ഇല്ലാണ്ട്. ഇത് പിടിച്ചോ. പോകുമ്പോഴേ പാറേപ്പള്ളിയിൽ ഒരു കൂട് മെഴുകുതിരി കൂടി കത്തിച്ച് വെച്ചിട്ട് വേണം വണ്ടിക്കാൻ. ശരി അപ്പച്ചാ. എന്നാ ശരി മോനെ. ശരി, ചെല്ലേ ചെല്ലേ. എന്റെ പാറ മാതാവേ, നീ മണ്ണിന്റെ കൺമണിയാകേണ്ടേ, വിണ്ണിൽ നീ മിന്നിടും പൊൻകണിയാകേണ്ടേ, ലക്ഷ്യങ്ങൾ നേടാനോ അച്ചമുറുക്കണ്ടേ, ലക്ഷ്യത്തിൽ ചെന്നിടാൻ യാത്ര തുടങ്ങണ്ടേ, ലോകം അവലോകം ഇനി നിന്റേതാകേണ്ടേ, വീരിൽ ശരവീരിൽ വിജയങ്ങൾ കൊയ്യണ്ടേ, ലോകം നവലോകം ഇനി നിന്റേതാകേണ്ടേ, വീരിൽ ശരവീരിൽ വിജയങ്ങൾ കൊയ്യണ്ടേ, ഉണ്ണി നീ മണ്ണിന്റെ കൺമണിയാകേണ്ടേ, വിണ്ണിൽ നീ മിന്നിടും പൊൻകണിയാകേണ്ടേ. എല്ലാരും വന്നേ, വീട്ടിൽ കയറിയിട്ട് പോവാം. വന്നേ.
ലക്ഷ്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഈ സ്പോർട്സ് ഒക്കെ പണക്കാർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞ ഒരു സ്പോർട്സുകാരും അവസാനം ഈ കുടുംബം നോക്കാനുണ്ടാവില്ല. ഇപ്രാവശ്യം മാത്രം എന്നെ ഒന്ന് പോകാൻ വിടണം. ഇത്തവണ പോയ പിന്നെ പിന്നെ ഞാൻ ഒരു സ്പോർട്സിനും പോവില്ല, സത്യം. മൊലാളി അപ്പോ അതങ്ങ് കൊടുത്തേക്ക്. അത് നഷ്ടമാ മുതലാളി. അല്ലേ തന്നെ എനിക്ക് കഷ്ടാലവാ. അല്ല മൊലാളി എന്നാടാ വണ്ടായി കാണിക്കുന്നത്? ഈ കണ്ട പറമ്പ് മുഴുവൻ കിടക്കുമ്പോ ആരെയും തുപ്പി ആ തുപ്പല് കോളാമ്പി സൂക്ഷിക്കുവോ? അതിപ്പോ മുതലാളിയുടെ ഐഡിയ എന്താണെന്ന് എനിക്ക് അറിയില്ലല്ലോ. 10-12 വർഷം കൊടയും പിടിച്ച് കോളാമ്പിയും തൂക്കി എന്റെ പുറകെ തൂങ്ങിയിട്ടും എന്റെ ഐഡിയ നിനക്ക് ഇതുവരെ മനസ്സിലായില്ലല്ലോ. ഒന്ന് പറഞ്ഞു കൊടുക്കും മാത്തച്ചാ, ശരിയല്ലേടോ? പിന്നല്ലാതെ എന്റെ മൊലാളി ഇതുപോലൊരു ശരി ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അവനെ പിരിച്ചു വിടല്ലേ മൊലാളി, അവനൊരു കുഞ്ഞുകുട്ടി പരാധീനക്കാരൻ. ഓ അത് ശരി. അപ്പൊ താനും അവന്റെ ഭാഗത്തല്ലയോ? എന്റെ കണ്ണം നടയണം. പിന്നെ ഈ തോട്ടം നിങ്ങൾ തൊഴിലാളികൾക്ക് എടുത്ത് അങ്ങനെ പെരുമാറാമല്ലോ. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അങ്ങനെ തന്നെ ആണല്ലോ. പേരിന് ഞാൻ ഒരു മുതലാളി, കാശ് മുഴുവൻ നിങ്ങൾക്കും. അല്ല ജോ എപ്പോ വന്നു? എന്താ കാലത്തെ? അത് മുതലാളി എന്നെ ഒന്ന് സഹായിക്കണം. എന്ത് സഹായം? എനിക്കിനി പഠിക്കണമെങ്കിൽ അഡ്മിഷനും ഫീസിനും ഒക്കെ ആയി കുറെ രൂപ വേണം. ആ ഇപ്പൊ വിദ്യാഭ്യാസം കച്ചവടമല്ലയോ വേണ്ടി വരും. അതുകൊണ്ട് മുതലാളി ഒന്ന് സഹായിക്കണം. ഏ വെറുതെ വേണ്ട, കടമായിട്ട് മതി. ഓ അക്കാര്യം മാത്രം ഇവിടെ പറയണ്ട. ആ നീ താമസിക്കുന്ന വീട് സ്ഥലവും ആരുടേതാന്നാ വിചാരം? മുതലാളിയുടെ. ആ അപ്പൊ അറിയാം. നിന്റെ അപ്പച്ചൻ നിന്റെ അമ്മച്ചിയെ കല്യാണം കഴിച്ച് വന്ന് കയറിയപ്പോ താമസിക്കാൻ കൊടുത്തതാ വീട്. ചെറിയ വാടകയിൽ താമസം തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആദ്യമൊക്കെ കൃത്യമായിട്ട് വാടക തന്നു. പിന്നെ വാടകയുമില്ല, രസീതുമില്ല. മാത്രമല്ല നിന്റെ അപ്പച്ചൻ പണി ചെയ്ത് തീർത്തോളാന്നും പറഞ്ഞ് കുറച്ച് കാശ് എൻ്റെ നിന്ന് വാങ്ങി. അത് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മോനൊരു കാര്യം ചെയ്യും. എൻ്റെ മോന് ഇനി കോളേജിലൊന്നും പോണ്ട. ഇവിടെ എൻ്റെ ഈ തോട്ടത്തിൽ ഇങ്ങനെ നിന്റെ അപ്പച്ചനെ പോലെ പണിയെടുത്ത് വലിയ റബ്ബർ വെട്ടുകാരനായി പേരെടുക്കാൻ നോക്കണം. അങ്ങനെ വരുമ്പോ നിന്റെ അപ്പച്ചന്റെ കടവും തീരും, ഇവിടുത്തെ കാര്യവും നടക്കും. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണോ മാത്തച്ചാ? വാടോ, പഠിക്കാൻ നടക്കുക. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാ മതി. അങ്ങേര് പറഞ്ഞോർത്ത് മോൻ വിഷമിക്കണ്ട. നിന്റെ അപ്പച്ചൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിലേ മുമ്പേ ഈ പറഞ്ഞു പോയ വർത്താനം ഉണ്ടല്ലോ, അത് അദ്ദേഹം പറയില്ലായിരുന്നു. നിന്റെ അപ്പന്റെയും കൂടെ അധ്വാനമാ ഈ കാണുന്ന തോട്ടമല്ല. കണക്ക് പറഞ്ഞാലേ അങ്ങേര് ഈ തോട്ടം നിന്റെ പേരിൽ എഴുതി തരേണ്ടി വരും. അതെനിക്കറിയാം മാത്തച്ചായ, തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടല്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ ചിലപ്പോ എന്റെ അപ്പച്ചന്റെ ആത്മാവ് അത് പൊറുക്കില്ല. അതുകൊണ്ടാ. ഏയ് ജോ. ആ സാറോ? എന്താണാവോ ഈ വഴിക്ക്? വാ വാ. രാവിലെ തന്നെ പണിയിലാണല്ലേ. നീ ഇപ്പൊ എന്താ കോളേജിലൊന്നും പോകുന്നില്ലേ? പോണെന്നുണ്ട്, പക്ഷെ അതിന് കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ട് ആരെങ്കിലും പോവാതിരിക്കടോ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല സാർ. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ഞാനൊന്ന് നോക്കട്ടെ. അല്ല ഗീവർഗീസേ, ജോയ്ക്കു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാനാകും? അത് തന്നെയാണ് അച്ചോ എന്റെ ചോദ്യം. 5ാം ക്ലാസ്സിൽ വെച്ച അവനെ എന്റെ കൈ കിട്ടുന്നത്, ഓരോ മീറ്റിലും അവന്റെ ടൈമിംഗ് കൂടുന്നത് ഇന്നും എനിക്ക് അത്ഭുത.
പാട്യാലയിൽ വെച്ച് നടന്ന നാഷണൽ സ്കൂൾ മീറ്റിൽ ശിവറാം സിംഗ് 15 വർഷം മുമ്പിട്ട മീറ്റർ കാർഡല്ലേ അവനിപ്പോ തകർത്തത്. അതും ഈ സ്റ്റേറ്റ് മീറ്റിൽ. ഒരു പക്ഷേ ഒളിമ്പ്യൻ സുരേഷ് ബാബുവിനെ പോലെയോ PT ഉഷയെ പോലെയോ ഇന്ത്യയുടെ അഭിമാനമായി നമ്മുടെ ജോ മാറും. എന്തായാലും അവനെ നമുക്ക് പഠിപ്പിക്കണം, കോളേജിലയക്കണം. പറയാനെടുപ്പ 1.5 ലക്ഷം രൂപ ഡൊണേഷനും എഴുത്താ പൊങ്ങാത്ത മറ്റു ചെലവുകളും ആരെടുക്കുമെന്ന് അച്ഛൻ പറയുന്നത്? ദൈവം നമ്മളെ അങ്ങനെ കൈവിടുമോ ഗീവർഗീസേ? ഇല്ല. അവനു വേണ്ടി എവിടെയോ ഒരു വാതിൽ തുറന്നു കിടപ്പുണ്ട്. താൻ എന്നാ പണിയാ ഈ കാണിക്കുന്നേ? അയ്യോ, ഏതവനാടാ പള്ളിപ്പറമ്പി കാരോട്ടം പഠിക്കുന്നേ? വന്ന് ഒന്നിനും ഒരു വ്യവസ്ഥയില്ലാണ്ടായോ? ഇതങ്ങനെ വിടാൻ പറ്റത്തില്ലല്ലോ. ഇറങ്ങി വാടാ സാത്താനെ. നിന്നെ കൊണ്ടൊരു മാപ്പ് മെഴുതിരി കത്തിച്ചിട്ടേ ഞാൻ വിടത്തുള്ളൂ. ഇവിടെ ഞാൻ കത്തിച്ച മാപ്പ് മെഴുതിരി ഒന്നും പാഴായി പോയിട്ടില്ല അച്ചോ. ഇനി എത്ര വേണേലും കത്തിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. കർത്താവേ, ഇതെന്നാ അതിശയമാ. നീ എന്നാ വരുന്നതെന്നൊന്ന് ഫോൺ ചെയ്യാൻ മേലായിരുന്നോ? അത് പണ്ട് കുർബാനയ്ക്ക് അൽത്താര ഒരുക്കുമ്പോ അച്ഛന്റെ പിന്നിൽ ചെന്ന് കമ്പിപ്പടക്കം പൊട്ടിച്ച് അച്ഛനെ ഞെട്ടിച്ച ശീലം. ഇവിടുത്തെ ശീലങ്ങളൊന്നും മറക്കാൻ പറ്റത്തില്ല അച്ചോ. ചോട്ടയിലെ ശീലം. പാടാ ചെമ്പാടി, എന്നാ കാര്യങ്ങളാ പറയാനുള്ളത്? തനിക്ക് ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരാൻ തോന്നിയത് കർത്താവിന്റെ നിശ്ചയം തന്നെയാ. സ്കൂളിലായിരുന്നപ്പോ ഏറ്റവും മിടുക്കനായ അത്ലറ്റായിരുന്നു നീ. അന്നത്തെ ചുറ്റുപാടിൽ കുടുംബം പോറ്റാനാ നിന്റെ ഗെയിംസിനോടുള്ള ഇഷ്ടമൊക്കെ നീ ഉപേക്ഷിച്ചത്. അതുകൊണ്ട് നിന്റെ കുടുംബം രക്ഷപ്പെട്ടു, നീ സമ്പന്നനായി. നല്ല കാര്യം തന്നെ. ഇതിപ്പോ ഒരു തനിയാവർത്തനം പോലെ ഇവിടെ ഒരു പയ്യൻ, ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ മിടുക്കൻ. അവൻ ഈ രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക് മെഡൽ കൊണ്ടുവരുമെന്നുള്ളത് എനിക്കുറപ്പാ. പക്ഷേ ചുറ്റുപാടുകൾ സമ്മതിക്കത്തില്ല. ദാരിദ്ര്യമാ. പഴയ നിന്നെയാ ഞാൻ അവനിൽ കണ്ടത്. നിനക്ക് നടക്കാതെ പോയ ആ സ്വപ്നം അവനിൽ കൂടി സാധിക്കരുതോ? അവനെ നിനക്ക് സ്പോൺസർ ചെയ്യാൻ ഒക്കുമോ? അച്ഛൻ എന്നതായി പറയുന്നേ? ചെയ്യാൻ ഒക്കുമെന്നോ? അങ്ങ് വന്ന് ചെയ്യടാ തമ്മാടി നല്ലയോ പറയണ്ടേ? നമ്മള് ചെയ്യുവച്ചോ, അവന്റെ സ്വപ്നങ്ങൾ നമ്മൾ നടത്തി കൊടുക്കും. ഞാനൊന്ന് പേടിച്ചുപോയി. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മുകുന്ന, ജോ അപ്പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. വന്നാട്ടെ. നല്ല അധ്വാനിയാ. നീ ഒന്നിങ്ങ ഇറങ്ങി വന്നേ. നിന്നെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. മൂന്ന, ഇവനാണ് ജോ. നമസ്കാരം. ജോ, ഞങ്ങളൊരു പുതിയ കാര്യവുമായിട്ടാണ് വന്നത്. ഞങ്ങൾ നിന്നെ കോളേജിൽ അയച്ച് പഠിപ്പിക്കാൻ തീരുമാനിച്ചു. പണം മുടക്കി തന്നെ. ഞങ്ങളെന്ന് പറഞ്ഞാ ഞാനല്ല, ഇവൻ മുകുന്ദൻ. ഞാനും ഇതുവഴിയേ വന്നവനാണ് ജോ. പണ്ട് സ്കൂളില് ഓട്ടത്തിനും ചാട്ടത്തിനും കമ്മം കയറി നടന്ന കാലത്ത് വീട്ടിൽ പട്ടിണിയാവുന്നത് കണ്ട് വയറ്റിപ്പഴപ്പിന് വണ്ടി കയറിയവനാ ഞാൻ. കാശില്ലാത്തതുകൊണ്ട് ദൈവനും ആ വഴി വരണ്ട. എനിക്കാവുന്ന പോലെ നിന്നെ എനിക്ക് സഹായിക്കാൻ പറ്റിയ അത് ഞാൻ എൻ്റെ ഈ ഗോഡ് ഫാദറിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ദക്ഷിണയാ. എൻ്റെ പുണ്യവാ. നമുക്ക് ചെയ്യാം ജോ. വേണ്ടച്ചോ, ഇതൊക്കെ കാശ് ചെലവുള്ള കാര്യങ്ങളാ. ഞങ്ങൾക്കിതൊന്നും തിരിച്ചു വീട്ടാനുള്ള കഴിവില്ല. അതിനിപ്പോൾ ഉടനെ തിരിച്ചു വരണം എന്നാരാ പറഞ്ഞേ? ഇവൻ പഠിച്ച് വലിയ നാഷണൽ ചാമ്പ്യനൊക്കെ ആവുമ്പോൾ ഒരുപാട് കാശ് വരുമ്പോൾ അന്ന് മനസ്സുണ്ടേല് ഓർമ്മയുണ്ടേല് എന്നാ മതി. അതെ, ഇത് ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്നൊരു ഉപകാരമായിട്ട് കാണണ്ട. എനിക്ക് നല്ല ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾ തരുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ കണ്ടാ മതി. അതാ.